ഇന്ന് കുറച്ച് ഷോവാണ്, പക്ഷെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മ റെഡിയായി പോകാൻ പോണത്. സ്കൈഡിനെ ഷുട്ടുവിനെ ഒന്ന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയാ. സ്കൈഡിക്ക് ഈയിടെയായിട്ട് കുറച്ച് ക്ഷീണം കൂടുതലാണ്. പിന്നെ അതേ ഷുട്ടുവിനെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലായിട്ട് നടന്നു. ആളപ്പോ അവിടെ എങ്ങാട്ടാ പോണേന്ന് അറിയാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കണായിരുന്നു. പുറത്തെങ്ങാണ്ടും കറങ്ങാൻ പോണത് ത്രില്ലില്ലാന്ന് ഷുട്ടു. അങ്ങനെ ഷുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നമ്മുടെ സ്വന്തം യൂബറിലാണ് ട്ടാ. ഡോറൊക്കെ തുറന്നു കൊടുത്തിട്ട് ആര് കയറാൻ, ലാസ്റ്റ് ഞാൻ തന്നെ പെറുക്കിയെടുത്ത് അകത്ത് കയറി വാതിലടച്ച്. അങ്ങനെ അകത്ത് സെറ്റായി. ഓക്കെ പോകാം. ഇനി തന്നെ വല്ല കൊണ്ട് കളയാനാണെന്നോർത്ത് ഷുട്ടു നല്ല ടെൻഷനിലായിരുന്നട്ടാ. സോ ഹോസ്പിറ്റലിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ഷുട്ടുനായിട്ട് ഇറങ്ങി. ഇപ്പോഴും ആൾക്ക് കാര്യം പിടിയിട്ടാണ്ട് കൊച്ചി രാജാവില് ദിലീപ് അവളുടെ വീട്ടിൽ പോണ പോലെ ഉണ്ടാ കയറിച്ചിരണം. ഇനി നമ്മ മെയിൻ സീനിലായിട്ട് കിടക്കാൻ പോണേണ്. ഒരു നേഴ്സാണെങ്കിലും ആരെങ്കിലും കുത്തണ കണ്ട എനിക്കും പേടിയാണ്ടാ. ഷുട്ട് പക്ഷെ ഡീസന്റ് ആയിരുന്നിട്ടാ. ആള് നല്ല അനങ്ങാണ്ട് ഒച്ചെടുക്കാണ്ട് കിടന്നു കൊടുത്ത്. പെയിൻ ഉണ്ടെങ്കിൽ ആളൊക്കെ ആയിരുന്നു. പിന്നെ സ്കൈഡിക്കുള്ള മരുന്നും മേടിച്ച് ഷുട്ടുവിനെ പാക്ക് ചെയ്ത് തിരിച്ചു പോന്നെയാണ്. ഇഞ്ചക്ഷൻ എടുത്തന്റെ ചെറിയ വേദന ഉണ്ടായിരുന്നതുകൊണ്ട് ആൾ എന്റെ അടുത്ത് തന്നെ ആയിരുന്നട്ടാ ഫുള്ള്. അപ്പോഴേക്കും ഷുട്ടുവിനുള്ള ഫുഡും മേടിച്ച് അവനും കയറി. ഇഞ്ചക്ഷൻ എടുത്തോണ്ട് ഷുട്ടുവിന് കോൾ അടിച്ച് ഇന്ന് പൊറോട്ടയും ബീഫും അവക്ക്. അങ്ങനെ പൊറോട്ടയും ബീഫും ഞാനും ഷുട്ടു അവനും കൂടി ബാക്ക് ടു വീട്. പോരുന്ന വഴി ഷുട്ടുവിനോട് വേദന ഉണ്ടാന്നൊക്കെ അവൻ ചോദിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി ഷുട്ടുവിനെ വീടിന്റെ അകത്ത് കയറ്റി ബൈ ബൈ പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ.